താരയിൽ പൂജ്യബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നെ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച് ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവിൽ തിരുനാമമന്ത്രം ജപിച്ച് കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞാൻ. കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരങ്ങളെ കൂപ്പി കണ്ണുകളടച്ച് നമ്മെ തന്നെ ദൈവതിരുസന്നദ്ധിയിൽ സമർപ്പിക്കാം. ഈ ബലി അർപ്പിക്കുവാനായി ഈ അൾത്താരയുടെ ചുറ്റും നാം ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തമ്പുരാന്റെ കൃപയും അനുഗ്രഹവുമാണല്ലോ അനുനിമിഷം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. അവന്റെ സ്നേഹത്താല് നിറയപ്പെടുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം. പ്രിയമുള്ളവരെ, ഏറ്റവും തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ബലിയിൽ. നിങ്ങളെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഈ നിമിഷം ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വലയുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാതെ ആയിരിക്കുന്നവരുണ്ട്. സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരിക്കുന്നവരുണ്ട്. സ്ഥലം വിൽക്കുവാനായിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ട്. വിവാഹ തടസ്സത്താൽ നിറയപ്പെട്ടവരുണ്ട്. രോഗം മൂലം വേദനിക്കുന്നവരുണ്ട്. പരീക്ഷകള് ഇന്റർവ്യൂകള് അറ്റൻഡ് ചെയ്യുന്നതിന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ട്. കടബാധ്യതയാൽ നിറയപ്പെട്ടവരുണ്ട്. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. തഴക്ക ദോഷങ്ങളിൽ നിന്ന്, തെറ്റിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പാപത്തെ ഉപേക്ഷിക്കുവാനായിട്ട് നല്ലൊരു കുമ്പസാരം നടത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. വിസ തടസ്സങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്നവരുണ്ട്. മാസങ്ങളായിട്ട് അതിനു വേണ്ടിയിട്ട് പണം മുടക്കിയവര്, അത് കാത്തിരിക്കുന്നവര്, കുടുംബത്തിന്റെ അത്താണിയായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. കുടുംബാംഗങ്ങളോട് ഒത്തുചേരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മാസങ്ങളായിട്ട് 1.5 വർഷമായിട്ടൊക്കെ കേരളത്തിൽ വന്നിട്ട് തിരിച്ചു പോകാൻ സാധിക്കാത്തവർ, മരണഭയത്തിന്റെ നിഴലിലായിരിക്കുന്നവർ. പ്രിയമുള്ളവരെ, എല്ലാ മക്കളുടെയും പ്രാർത്ഥന ഈ നിമിഷം ചേർത്ത് വെക്കുന്നു. ഏറ്റവും തീക്ഷ്ണമായിട്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. ഉള്ളുരുകി തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ദിവ്യ ബലിയിൽ ഈശോയെ, എൻ്റെ ജീവിതത്തിന്റെ നിയോഗങ്ങളുടെ മേൽ, എൻ്റെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും മേൽ തമ്പുരാനെ നീ ഒന്ന് ഇറങ്ങി ആവസിക്കണം. ഒന്ന് ചേർന്ന് ഏറ്റവും സ്നേഹത്തോടെ തീക്ഷ്ണതയോടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം.
കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം
സ്തുത്യനുമെന്നെന്നും. അനവധ്യൻ മമനാഥാനിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും അകതപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായും നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകം ദൈവികമായ കൽപ്പനകളും അദൃശ്യരും ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരി പൗലോസ് ലേഖ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ മിശിഹായിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ
ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവുമുള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോട് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. ഈശോ മിശിഹായ്ക്കുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് ഈശോയുടെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മുടക്കുന്നതിനും ഈശോ മിശിഹ കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8 വാക്യങ്ങൾ 18 മുതൽ. തന്റെ ചുറ്റും പുരുഷാരം കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകാൻ യേശു കൽപ്പിച്ചു. ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അവരോട് പറഞ്ഞു, കർത്താവേ, പോയി എന്റെ പിതാവിനെ സംസ്കരിക്കുവാൻ എന്നെ അനുവദിക്കണമേ. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്?
കാറ്റും കടലും പോലും ഇവനെ അനുസ്മരിക്കുന്നുവല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഒരാഴ്ചക്കാലം തിരുസഭയെ സംബന്ധിച്ച് വളരെ പ്രധാനമായ 2 തിരുനാളുകൾ സഭ കൊണ്ടാടി. കഴിഞ്ഞ ചൊവ്വാഴ്ച കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളും ബുധനാഴ്ച പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിന്റെ തിരുനാളും സഘോഷം കൊണ്ടാടി. പ്രിയമുള്ളവരെ, ഈ 2 തിരുനാളുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ക്രൈസ്തവനെ സംബന്ധിച്ച് വളരെയേറെ ആശ്വാസം നൽകുന്ന 2 തിരുനാളുകളാണ്. ഒന്നാമതായിട്ട് കുരിശു വഴി നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിച്ചു. രണ്ടാമതായിട്ട് ഒരു രക്ഷാകര ചരിത്രത്തോട് ഈ 2 തിരുനാളുകളും ഒത്തിരിയേറെ ചേർന്ന് നിൽക്കുകയാണ്. ഈശോനാഥൻ തന്റെ കുരിശിലെ മരണം വഴി രക്ഷയുടെ അനുഭവം നമുക്ക് നൽകിയപ്പോൾ പരിശുദ്ധ അമ്മ ഈ രക്ഷാകര ചരിത്രത്തോട് തന്റെ സഹന ജീവിതത്തിലൂടെ അത്രമാത്രം സഹകരിച്ച മറ്റൊരാള് ഈ ലോകത്ത് ഇല്ല. പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിന്റെ തിരുനാള് 1814 വിപ്രവാസ കാലത്തിന് ശേഷം 7-ാം പീയൂസ് മാർപ്പാപ്പ വ്യാകുല മാതാവിന്റെ തിരുനാള് പ്രഖ്യാപിക്കുക 1814. മാതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായ 7 വ്യാകുലങ്ങളെ, വേദനകളെ കുറിച്ച് ധ്യാനിക്കുവാനാണ് പല പ്രത്യേകമായിട്ട് ഈ തിരുനാൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമതായിട്ട് ശിമയോൻ ഈശോയെ കയ്യിലെടുക്കുമ്പോൾ, ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈശോയെ പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ കാഴ്ചവെക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 25 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കണ്ടുമുട്ടുകയാണ്. ശിമയോൻ ഈശോയെ കയ്യിലെടുക്കുമ്പോൾ ശിമയോൻ എന്ന് പറയുന്ന ദൈവാനുഗ്രഹത്തിന്റെ വ്യക്തി ഈശോയെ കയ്യിലെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. രണ്ടാമതായിട്ട് ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് ഹെറോദേസിന്റെ വാളിൽ നിന്ന് യേശുവിനെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു പലായനമാണ്. യേശുവിനെ രക്ഷിക്കുവാനുള്ള പലായനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 13 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ആ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ടുള്ള പലായനം ഒരമ്മയെ സംബന്ധിച്ച് മകന്റെ ജീവൻ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ വചനം വളരെ ശക്തമായി നമ്മൾ പറയുന്നത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. വീണ്ടും 3-ാമത്തെ വേദന വ്യാകുലം എന്ന് പറയുന്നത് 12 വയസ്സായപ്പോൾ കാണാതെ പോയ യേശുവിനെ അന്വേഷിക്കുന്ന പരിശുദ്ധ അമ്മ. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 41 തൊട്ട് 51 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും ബാലനായി യേശുവിനെ അന്വേഷിച്ച് 1.5 ദിവസത്തെ വഴി പിന്നിട്ട് കഴിഞ്ഞപ്പോഴും തിരിച്ചു നടക്കുകയാണ്. ആ ബാലനായി യേശുവിനെ അന്വേഷിച്ച് ചെല്ലുന്ന പരിശുദ്ധ അമ്മ. 4-ാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ വ്യാകുലമായ കണ്ണീരോട് കൂടെ നമ്മൾ കാണുന്നത് കുരിശിന്റെ വഴിയില്, കുരിശിന്റെ യാത്രയില് പരിശുദ്ധ അമ്മ തന്റെ മകനെ കണ്ടുമുട്ടുന്നു. കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ നമ്മൾ വളരെ ശക്തമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങളും കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകളും. വളരെ നിശബ്ദമായിട്ട് സഹനം ജീവിതത്തിൽ ചേർത്ത് വെക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മളിവിടെ കണ്ടുമുട്ടുകയാണ്. 5-ാമതായിട്ട് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്നത് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 25 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ ഒന്ന് നോക്കിക്കേ. മകൻ കുരിശിൽ കിടന്ന് ജീവന് വേണ്ടി പിടയുമ്പോൾ ആ വേദനയെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരമ്മയുടെ വേദന.
മകന്റെ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു അമ്മയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ആറാമതായിട്ട് ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് ഈ മകന്റെ മൃതദേഹം തന്റെ മടിയിൽ ഏറ്റുവാങ്ങുന്ന പരിശുദ്ധ അമ്മ. ഉണ്ണിയായ യേശുവിനെ ആദ്യമായി കരങ്ങളിൽ എടുത്ത അമ്മ ഇതാ ആ മകന്റെ മൃതദേഹത്തെ തന്റെ കരത്തിൽ ഏറ്റുവാങ്ങും. ഏഴാമതായിട്ട് നമ്മൾ കാണുന്നത് മകന്റെ മൃതസംസ്കാരത്തിൽ പങ്കെടുക്കുന്ന പരിശുദ്ധ അമ്മ. ഈശോയുടെ സംസ്കാരം മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ, എത്രമാത്രം വ്യാകുലതകളിലൂടെ കടന്നുപോയി, എത്രമാത്രം വേദനയിലൂടെ, എത്രമാത്രം സഹനത്തിലൂടെയാ ഈ പരിശുദ്ധ അമ്മ കടന്നു പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. ഈ സഹനങ്ങള്, വേദനകൾ വരുമ്പോൾ വിശ്വാസത്തോടു കൂടെ തമ്പുരാന്റെ കുരിശോട് എന്റെ ജീവിതത്തെ ചേർത്ത് വെക്കുന്നു. അത് കുരിശിന്റെ വഴിയിൽ നിന്ന് ഓടിയകലുന്ന ഒരു ജീവിത ശൈലിയെയാണോ നമ്മൾ രൂപപ്പെടുത്തുന്നത്? തിരുവചനത്തിലേക്ക് നോക്കിക്കേ, ഈശോനാഥൻ വളരെ ശക്തമായിട്ട് തന്റെ ശിഷ്യരോട് പറയുകയാണ്, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ഇടമില്ല. മനുഷ്യപുത്രന് തല ചായ്ക്കുവാനായി ഈ ഭൂമിയിൽ ഇടമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിത അവസ്ഥകളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കണം. ഇന്ന് ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തെ കണ്ടുമുട്ടുവാനായിട്ട്, അവരുടെ വേദനകൾ കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സഹനത്തിനൊക്കെ ഒരു അറുതിയുണ്ട് കേട്ടോ. ഈ സഹനത്തിന്റെ ജീവിതത്തിനൊക്കെ അറുതിയുണ്ട്. നമ്മൾ നോക്കിക്കേ, അബ്രാഹത്തിന്റെ ജീവിതത്തിന് സഹനത്തിന് ഒരു അറുതിയുണ്ടായിരുന്നു. മോശയുടെ ജീവിതത്തിന് സഹനത്തിന് ഒരു അറുതിയുണ്ടായിരുന്നു. യാക്കോബിന്റെ ജീവിതത്തിന് സഹനത്തിന് ഒരു അറുതിയുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിന് സഹനത്തിന് ഒരു അറുതിയുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിന്റെ സഹനത്തിന്, ഇന്നത്തെ സഹനങ്ങൾക്ക് ശേഷം നാളത്തെ സന്തോഷം തമ്പുരാൻ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുക. പക്ഷേ ഈ സഹനത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് തിരിച്ചറിയണം, എന്റെ ജീവിതത്തിന്റെ ഒരു വലിയ വിശുദ്ധീകരണത്തെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, അവരെപ്പോഴൊക്കെ പാപം ചെയ്തോ അവരുടെ ജീവിതത്തിൽ സഹനം സംഭവിച്ചു. എപ്പോഴൊക്കെ അവർ യാവയോട് മല്ലിട്ടോ അപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിൽ സഹനം സംഭവിച്ചു. മല്ലിട്ടത് കൊണ്ടല്ല, മറിച്ച് അതുമൂലം വന്നു ചേർന്ന പാപത്തിന്റെ കറയെ കഴുകിക്കളയുന്നതിന് വേണ്ടിയിട്ട് ഈ സഹനം അവരുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായിട്ട് തീരും. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തില് നമ്മൾ മനുഷ്യരായി ലോകത്ത് ജീവിക്കുന്നവരാ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനം ഒന്നാമതായിട്ട് ചിലപ്പോൾ ജീവിതത്തിൽ എന്റെ പാപക്കറകളെ കഴുകിക്കളയുന്നതിന് വേണ്ടിയായിരിക്കാം. ചിലപ്പം എന്റെ ജീവിതത്തിൽ സഹനം എന്ന് പറയുന്നത് എന്നെ ഒരു അല്പം കൂടി വിശുദ്ധനും വിശുദ്ധയുമാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. മൂന്നാമതായിട്ട് എന്റെ ജീവിതത്തിൽ സഹനം എന്ന് പറയുന്നത് എന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അപരന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടും തമ്പുരാൻ ഒരുക്കി തരുന്നതാകാം. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ സഹനങ്ങൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ കുരിശിലേക്ക് നോക്കുവാൻ, കുരിശാണ് രക്ഷ, കുരിശിലൂടെയാണ് രക്ഷ, കുരിശു വഴിയാണ് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷ സംഭവിക്കുന്നത്. ഈ രക്ഷയിലേക്ക് എന്റെ ജീവിതത്തെ ഒന്ന് ആഴമായിട്ട് ചേർത്ത് വെക്കുവാനായിട്ട്, ആ കൃപയോട് കൂടി ആയിരിക്കുവാനായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാക്കണം. പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഈ ദൈവബലിയിൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. എന്റെ ജീവിതത്തിന്റെ സഹനങ്ങളാണ് ഞാൻ ചേർത്ത് വെക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ വ്യാകുലങ്ങളും എന്റെ ജീവിതത്തിന്റെ ആകുലതകളുമാണ് ഞാൻ ചേർത്ത് വെക്കുന്നത്. ഈശോയെ, എന്റെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നിന്റെ കുരിശിലേക്ക് നോക്കുവാനായിട്ട്, എന്റെ വേദനകള് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട്. 8 നോമ്പിന്റെ കാലഘട്ടത്തില് ഒത്തിരി മക്കള് തങ്ങളുടെ വേദനകള്, സഹനങ്ങള് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഓരോ ദിവസത്തെ ദിവ്യബലിയിലും നൊവേനയിലും ആരാധനയിലും ഒക്കെ സമർപ്പിച്ചു. പ്രിയമുള്ളവർ, ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. വാട്സപ്പ് മെസ്സേജുകൾ വരുമ്പോഴത്തേക്കും ഒത്തിരിയേറെ വിടുതലുകള്, ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തില്, അവരൊരിക്കലും ചിന്തിക്കാത്ത തരത്തില്
ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. 8 നോമ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയെ ആകുന്നുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ശക്തമായി ഇടപെടൽ അനുഭവിച്ചതായിട്ട് നിരവധി മക്കള് സാക്ഷ്യപ്പെടുത്തുകയാണ്. വർഷങ്ങളായിട്ട് റിലീസ് കിട്ടാത്തവർക്ക് റിലീസ് കിട്ടുന്നു. ജോലി മേഖലകളിൽ നിന്ന് റിലീസ് കിട്ടുന്നു. ജോലി മാറി പുതിയ ഉയർന്ന ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നു. IELTS എക്സാം തന്നെ പല പ്രാവശ്യം എഴുതി പരാജയപ്പെട്ടവര്, കഴിഞ്ഞ എക്സാമിന്റെ പരാജയത്തിന്റെ വേദനയിലാർന്ന വ്യക്തികൾ 8 നോമ്പിന്റെ കാലഘട്ടത്തിൽ റീവാലുവേഷൻ കൊടുത്തു, അടുത്ത ഡേറ്റ് എടുത്തു. പക്ഷെ റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ ദൈവം അവരെ അത്ഭുതകരമായിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചതിലും വലിയ സ്കോർ അവർക്ക് റീവാലുവേഷനിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ തീക്ഷ്ണമായിട്ട് ചിലപ്പോൾ വലിയൊരു വേദനയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ടാകാം. പക്ഷെ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ആ വേദന തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക്, അവന്റെ കാഴ്ചപ്പെട്ടിലേക്ക് ഒരു പനിനീർ പുഷ്പം പോലെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ള ദൈവജനമേ, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവബലിയിൽ എന്റെ വേദനകളെ, സഹനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിൽ തരുന്ന സകലതിനെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ കൃപയും അനുഗ്രഹവും സമർത്ഥമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ വേദനകളിലേക്ക്, എൻ്റെ പ്രയാസങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ചും പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, ഇന്നേ ദിവസം ഈ ദിവ്യബലിയിൽ ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നിന്റെ സന്നദ്ധിയോട് ഞാനിതാ ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, എൻ്റെ വേദനകളിലേക്ക്, എൻ്റെ പ്രയാസങ്ങളിലേക്ക് നീ ഇറങ്ങി വരണം. എൻ്റെ വേദനകളെ ഒരു പനിനീർ പുഷ്പമായിട്ട് ഞാനിതാ സമർപ്പിക്കുന്നു. തമ്പുരാനെ, ഏറ്റെടുക്കണമേ, ആശീർവദിക്കണമേ. എന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധനെ വിശുദ്ധയുമാക്കണമേ എന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളെ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എലിയായുടെ തീഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കൊണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശി നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായും എല്ലാ മെത്രാമാന്മാരെയും മെത്രാപ്പൊലീത്തമാരെയും സഭാധ്യക്ഷന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉത്ഥാനവും പ്രതീക്ഷയുമായ മിശിഹായെ, നീ കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലതു ഭാഗത്തണി നിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കരങ്ങൾ കുപ്പി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗം ഈ നിമിഷം ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായി, ദൈവദൂതന്മാരെ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്നിച്ച് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ
സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹ്യമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യമദൃശ്യമായ സകല വിപത്തുകളെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിനുള്ളിൽ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുന്ന നീതിയ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ യഥാചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ദരിദ്രം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനായി
വിശ്വസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ബുദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സർവ്വത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും യുഗങ്ങൾക്കെല്ലാമുള്ള പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകതാവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ സഞ്ചരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായി തറക്കപ്പെട്ടിരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്കും ശരീരത്തിലെ ഏർപ്പും നിത്യായുസ്യങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കാസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാനയുടെ കരങ്ങളിൽ പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിനാദിപരഹസ്യങ്ങൾ ശുശ്രൂഷരാകുവാൻ എല്ലാവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെയും കാരുണ്യരഹിത യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തിൽ ഉറച്ച വിശ്വാസ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും മനതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിപരകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ.
സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറെ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളും സ്തുതിയും എല്ലാ നാവുകളും കൃതത എല്ലാ സൃഷ്ടിയും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലെ സകലത്തെയും കരുണ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള മറ്റേ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും ആലാഹമടപതിനായിരങ്ങളും മഹോന്നതരം അങ്ങേക്കുംപ്പെട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുപികളുമായ കൃപന്മാരും സഭയന്മാരും ചേർന്ന് നാഥനാംഗിക്ക് ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവ, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിൽ ഓശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മശാദനും അങ്ങയുടെ സദൃശ്യനും അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യ പ്രതിച്ഛായും വചനമാകും ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീ ജാതനായി നിയമത്തിന് അധീനവരുത്തിരിക്കും ആ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങൾ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നതിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങളുടെ കൽപ്പിച്ചതുപോലെ എളിയരും ബലഹീനും ആകുലമായി ദാസർ ദരിദ്രത്തിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
നിന്റെ ദൈവിക ജീവനങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങൾ മനുഷ്യഭാവം സ്വീകരിക്കുകയും അത് പശുവായ സമുദ്രിക്കും മുതലായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചുള്ള ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ഇഷ്ടത്തിലെ പരാശരയുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്തെ മാത്രമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുവിത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെ രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധ പ്രേക്ഷമാപിതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപരിചയമായ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവോ, ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നുവോ അവർക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിൽ അർപ്പിക്കപ്പെടുന്നു. ഈ ഓർമ്മയാശ്രത ദൈവമാതാകനികാമറിയത്തിനെതിരെ സംപ്രീതികളുടെ നീതിമാന്മാരും വിശുദ്ധ പിതാക്കന്മാരെ പാവന സ്മരണ അങ്ങയുടെ അവർണ്ണയം സമർത്ഥമായ കൃപയെ സംജാതമാക്കണമേ. ജീവിതകാലം വഴിയുടെ ശാന്തിയും സമാധാനങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമുള്ള യഥാർത്ഥ പിതാവായ ദൈവം ഞങ്ങളുടെ പ്രേമത്തിന് ഐശ്വര്യശേഖയച്ചു ഉപവാസം എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവം ശിഖാമചിതായ സുവിശേഷം പടി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷി മന്ദകന്മാർ, വേദപാരംഗിതർമ്മ പുരോഹിതമാർ ശുശ്രൂഷിക്കുന്നവർക്കും വിശുദ്ധ മുഹമ്മദ് സജീവൻ ജീവാർത്ഥം മുദ്രിതരും പരിശുദ്ധ തോലിക്കാസുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നരബലത്തിന് വിശുദ്ധരെ മാർഗം പഠിപ്പിച്ച എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനം ക്ലേശമായ ദാസനങ്ങൾ നൽകി മാതൃം ഭ്രാതമായി സ്വീകരിച്ച് അങ്ങേ നാം തിരുമിച്ചടി പത്തിരസന്ധി നിൽക്കുന്നു. ഞങ്ങളുടെ ആദരക്ഷണമായ ഈശ്വരശികാരയുടെ അനുഭവത്തിനും മരണത്തിനും സംസ്കാരത്തിനും ഉത്ഥാനത്തിനും മകനെ വിഭജനക്കും പരിശുദ്ധവും ജീവദായക ദൈവമായ രഹസ്യത്തെ സന്തോഷത്തെ സ്മരിക്കുകയും ശ്രദ്ധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചയുടെ ഉയർപ്പിലെ വലിയ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തെ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങനെ മകനെയും രക്ഷാപത്തെ കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായ രക്ഷയുടെ സഭയെ സന്തോഷത്തിന് പ്രത്യാശയോടെ ഞങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസിലെ സമാധാന ഉപവാസിലെ പ്രത്യാശയമായ മിശിഹായി ലോകത്തിന്റെ നാനാഭാഗങ്ങളും വിശേഷ പരിസ്ഥിതി തോലിക്കാ സഭയുടെ ശാന്തിയും സമാധാനം വളർത്തണമേ. സഭയും രാഷ്ട്രത്തിന്റെ സംരക്ഷണം ഒഴിവാക്കണമേ. യുദ്ധപരേനഭിനിശ്ചിനെ തടസ്സത്തിരിക്കുന്നു. വിനയതും ദൈവത്തിന് സമാധാനവും ശാന്തമായി ചെന്നൊക്കെ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവ്, ഞങ്ങൾക്കല്ല നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണം. കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, നിങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്വർഗ്ഗം പരിശുദ്ധവും ചിബദായകം ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാര്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായ എന്ന തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി ഇപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരമുള്ള ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദാസന്റെ പാപങ്ങൾ അപരാധങ്ങൾ കാരണപുറം ക്ഷമിക്കണമേ. മഹോന്നതയുമായ സകല വിശ്രമം സ്തുതിക്ക് ഞങ്ങൾ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരണപുറം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതനും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാര്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രതിഷ്ഠാരൂപയുടെ സൈന്യങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിതകർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷ്യത്തിന് ശരീരവും പാനിച്ചതിന് രക്തവും ഞങ്ങൾക്ക് ക്ഷാവതി കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയെ സന്തോഷിക്കുന്ന ദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായേ, നീ ദാസന്റെ സൃഷ്ടാവിന്റെ സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറങ്ങളും കടകളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യ സൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുകയാ. നാഥൻ തന്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെങ്ങും നിറയുമ്പോ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവ സകലേശൻ കൃപയും ശക്തിയുമരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ, ഭൂവിൽ നിങ്ങൾ എന്നാളും നൽവരദാനം നൽകിയിടും. സംരക്ഷണം ചിരകാലം കുരിശാൽ രക്ഷിതരാം നിങ്ങൾ കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. സാധിക്കുന്നവരെല്ലാം മുട്ടുകുത്തി കരങ്ങൾ കുപ്പി ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യ നാഥ, എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളിലേക്ക്, എൻ്റെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളിലേക്ക്, എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളിലേക്ക് നീ കടന്നു വരണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് ചേർന്ന് ഏറ്റവും സ്നേഹത്തോടെ ഗായക സംഘത്തോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാം. ആരാധനയ്ക്കേറ്റം യോഗ്യൻ
ദൈവത്തിന്റെ സന്നദ്ധിയിൽ നീ ആയിരിക്കും. ഈ സമയം പൂർണ്ണമായിട്ട് തമ്പുരാന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാം. ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് തമ്പുരാന്റെ തിരുസന്നിധിയോട് ഈ നിമിഷം നമുക്കൊന്ന് ചേർത്ത് വെക്കാം. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാം. നമ്മുടെ എല്ലാ ആകുലതകളെയും പ്രയാസങ്ങളെയും ഈ നിമിഷം നാഥന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ കൂപ്പുകരങ്ങളും നിറ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന ദൈവജനത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന അനേക മക്കളുണ്ട്. അവരെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ നിമിഷം ചേർത്ത് വെക്കുകയാണ്. ഈശോയെ, ആരൊക്കെ കരം നീട്ടി കണ്ണീരോടെ നിന്റെ പക്കലേക്ക് വിളിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നീ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. കർത്താവേ, കർത്താവേ, ഈ നിമിഷം നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ നിലവിളിക്കുകയാണ്. നാഥാ, ഞങ്ങളുടെ നിലവിളിക്ക് ഉത്തരം നൽകണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലൂടെ നീ എന്നോട് ഈ നിമിഷം അരുളി ചെയ്യുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈശോയെ, ജീവിതത്തിന്റെ സഹനത്തിന്റെ ഉമിത്തിയിൽ ദഹിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങളിൽ പലരും. ഈശോയെ, ഈ നിമിഷം പൂർണ്ണമായിട്ട് ഞങ്ങളിതാ സമർപ്പിക്കുക നാഥ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സഹനങ്ങളിലേക്ക്. ജോബിന്റെ ജീവിതത്തിന്റെ സഹനത്തിന് അറുതി വരുത്തിയ നാഥ, എന്റെ ജീവിതത്തിന്റെ സഹനത്തിന്, എന്റെ തോരാത്ത കണ്ണീരിന് നാഥ ഒരു അറുതി വരുത്തണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധന, കർത്താവേ, ഈ നിമിഷം തീക്ഷണമായിട്ട് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജോലിയില്ലാതെ വിഷമിക്കുന്ന അനേകം മക്കളുണ്ട്. ജോലി മേഖലയിലെ പ്രയാസങ്ങള്
പ്രതിസന്ധികൾ നേരിടുന്ന മക്കളുണ്ട്. ജോലിക്കൊന്ന് മാറാനായിട്ട് ട്രാൻസ്ഫർ ചോദിച്ചിട്ട് ലഭിക്കാത്തവർ, പലപ്പോഴും പല വിധത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കുന്നവരുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് ഒരു സ്പോൺസറുടെ കീഴിൽ നിന്ന് മാറാനായിട്ട് ആഗ്രഹിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളുമായിട്ടുള്ളവരുണ്ട്. പലർക്കും ജോലി ചെയ്തിട്ട് മാസങ്ങളായിട്ട് സാലറി ലഭിക്കാത്തവരുണ്ട്. ചെയ്യുന്ന ജോലിയിലെ സഹനങ്ങൾ മൂലം തകർന്നു പോകുന്നവരുണ്ട്. നാഥ, ഈ നിമിഷം അവരെയൊക്കെ ചേർത്ത് വെക്കുക നിന്റെ തിരുസന്നിധിയോട്. നിന്റെ ദിവ്യകാരുണ്യത്തിന്റെ തിരുപാദത്തോട് ഈ മക്കളെ ചേർത്ത് വെക്കുക. ഈശോയെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കൾ, ഇസ്രായേൽ ജനം മരുഭൂമിയുടെ നടുവിൽ നിന്നുകൊണ്ട് കരമുയർത്തി നിലവിളിച്ചതുപോലെ നിലവിളിക്കുന്ന നിന്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് നാഥ ഉത്തരമരുളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതിമാരെ ഈ നിമിഷം ഒരിക്കൽ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഉദരത്തിൽ കുഞ്ഞുങ്ങളുമായിട്ട് പല വിധത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ ശാരീരിക മാനസികമായ വേദനയിലൂടെ കടന്നു പോകുന്ന അമ്മമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞുങ്ങളുടെ രോഗ അവസ്ഥയെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കരച്ചില് കണ്ട് നെഞ്ചു പിടയുന്നവർ, കുഞ്ഞിന്റെ വേദനയും സഹനവും കണ്ട് നെഞ്ചു പിടയുന്ന മാതാപിതാക്കളെ സമർപ്പിക്കും, കുടുംബാംഗങ്ങളെ സമർപ്പിക്കും. പ്രത്യേകിച്ചും തീരാരോഗത്തിൽ മാറാരോഗത്തിൽ അകപ്പെട്ടു പോയവരുണ്ട്. നാഥാ, നിന്റെ സൗഖ്യത്തിന്റെ കരം ഒന്ന് നീട്ടണമേ എന്ന് ഈ നിമിഷം ഏറ്റവും തീക്ഷ്ണതയോടെ ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവര്, സ്ഥലം വിൽക്കുവാനായിട്ട് കടബാധ്യതകളുടെ നടുവിൽ നിൽക്കുന്നവര്, ഈശോയെ നിമിഷം ചേർത്ത് വെക്കുക. എത്ര അധ്വാനിച്ചിട്ടും വീട്ടിലൊന്നും നീക്കിയിരിപ്പില്ലാത്തവരുണ്ട്. എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തവരുണ്ട്. നാഥ, ഈ നിമിഷം ഞങ്ങൾ ചേർത്ത് വെക്കുക. അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നാഥ നീ ഒന്ന് ഇറങ്ങി ആവസിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഈ നിമിഷം അവരെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുകയാണ്. വിസയ്ക്ക് വേണ്ടിയിട്ട് പല വിധത്തിലെ ഇന്റർവ്യൂകളിൽ കടന്നു പോകുന്നവരുണ്ട്. പല പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ട് ലഭിക്കാത്തതിന്റെ വേദനയിലായിരിക്കുന്നവരുണ്ട്. നാഥ, ഈ നിമിഷം അവരെയൊക്കെ ചേർത്ത് വെക്കുകയാണ്. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നാഥ നീ ഇടപെടണമേ.
പ്രത്യേകമായിട്ട് നിയോഗങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവര്, IELTS-ന്റെയും OIC-യുടെയും എക്സാമുകൾ എഴുതുന്നവര്, ജർമ്മൻ എക്സാമുകളും മറ്റും എഴുതുന്നവര്, അതോടൊപ്പം തന്നെ വിസയ്ക്ക് വിവിധ കോൺസുലേറ്റുകളിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നവര്, ഓൺലൈൻ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന മക്കൾ, ഈ ഒരാഴ്ചക്കാലം പങ്കെടുക്കുന്നവര്, വിസിറ്റിംഗ് വിസകൾക്ക് മറ്റും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾ, അവരെയൊക്കെ നാഥ ഈ നിമിഷം ചേർത്ത് വെക്കുക. നാഥ, കനിവുണ്ടാകണമേ, കൃപയുണ്ടാകണമേ. അവരുടെ ജീവിത അവസ്ഥകളിലേക്ക് നാഥ നീ ഒന്ന് ഇഷ്ടപ്പെടണമേ. ഈ നിമിഷം ഏറ്റവും തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധന 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 നാഥ ആരാധന. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ആരാധന ആരാധന നാഥ ആരാധന. ഈശോനാഥ, ഈ നിമിഷം ഞങ്ങൾ തീക്ഷ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പാപത്തിന്റെ ബന്ധനത്തിൽ തിന്മയുടെ പിടിയിൽ അമർന്നു പോയവർ, തെറ്റായ ജീവിത ബന്ധങ്ങളിൽ ജീവിക്കുന്നവർ, കുദാശകളുടെ ജീവിതത്തിൽ നിന്ന് ഓടി അകന്നു നിൽക്കുന്നവർ, വളരെ പ്രത്യേകമായിട്ട് നിമിഷം പ്രാർത്ഥിക്കുകയും കുംഭസാരം എന്ന കുദാശ സ്വീകരിക്കുവാനായിട്ട് വൈമനസ്യം കാണിക്കുന്നവർ, അല്ലെങ്കിൽ ഉള്ളു തുറന്ന ആത്മാർത്ഥമായിട്ട് ഒരു കുംഭസാരം നടത്താനായിട്ട് പ്രയാസം നേരിടുന്നവർ, ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രയാസം നേരിടുന്നവർ, ഈശോ ഈ നിമിഷം അവർ ഓരോരുത്തരെയും ചേർത്ത് വെക്കുക. കുടുംബ പ്രാർത്ഥനകളില്ലാത്ത ഭവനങ്ങളെ ചേർത്ത് വെക്കുക. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത ഭവനങ്ങളെ ചേർത്ത് വെക്കുക. നാഥ, ഈ നിമിഷം അവരെ ഓരോരുത്തരിലേക്കും ദൈവമേ നിന്റെ ശക്തമായ കൃപയൊഴുകി അവരെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി നമ്മുടെ വ്യക്തിപരമായ നിയോഗം ദൈവത്തിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം. ഈ ഒരാഴ്ചക്കാലം നിന്റെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടേണ്ട അനുഗ്രഹത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ഇന്ന ദിവസം നീ ആഗ്രഹിക്കുന്ന നിയോഗത്തെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരണത്തിന്റെ അനുഗ്രഹവും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ പൂർണ്ണമായിട്ട് തമ്പുരാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിയോഗങ്ങൾ അയച്ചു തരിക. അയച്ചവരുടെ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്ന അതോടൊപ്പം തന്നെ ഒത്തിരി പേര് 8 നോമ്പിൽ ദൈവം ചൊരിഞ്ഞ കൃപകളെ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി എഴുതി അറിയിക്കുന്നു. ആ നന്ദികളെല്ലാം വായിക്കുന്നുണ്ട്. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് 1:30 മണിക്ക് തന്നെ കുർബാനയും ദിവികാരന ആരാധനയും ഉണ്ടായിരിക്കും. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഈ സമയം നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ വിസപിതാവിന്റെ പ്രാർത്ഥനകളും വിശുദ്ധ ഗീവർഗീസിന്റെ അന്തോണീസിന്റെ സെബസ്ത്യാനോസിന്റെ പ്രാർത്ഥനാ സഹായങ്ങളും വിശുദ്ധ അൽഫോൻസാമയുടെ വിശുദ്ധ വിശുദ്ധാബ്രച്ചന്റെ പ്രാർത്ഥനാ സഹായങ്ങളും നിങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധന്റെയും വിശുദ്ധയുടെയും നിങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെയും മധ്യസ്ഥയുടെയും പ്രാർത്ഥനാ സഹായങ്ങളും സ്വർഗം നിങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന നിങ്ങളുടെ കാവൽമാലകളുടെ സംരക്ഷണം നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുരിശ് വരച്ച് നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങൾ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് പരസ്പരം സ്തുതിയെല്ലാം. ഈശോ മിശിഹായ് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.